എല്ലാവർക്കും ബോധിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന സമയമല്ലേ, അപ്പൊ നമുക്ക് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ എക്സാം ഓറിയന്റഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തുവായിരുന്നു? ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ എന്ന് പറയും. മക്കളെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഉണ്ട്. എന്താണ് സൗണ്ട് അല്ലെങ്കിൽ എന്താണ് ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക. എന്താണ് സൗണ്ട്? സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് മേക്ക് സെൻസേഷൻ ഓഫ് ഹിയറിംഗ്. അതായത് ശ്രവണ അനുഭവം ഉണ്ടാക്കുന്ന ഊർജ്ജ രൂപത്തെ വിളിക്കുന്ന പേരാണ് സൗണ്ട്. മക്കളെ കേട്ടോ, നമുക്ക് സൗണ്ട് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു സോഴ്സ് വേണം, ഒരു റിസീവർ വേണം, അതുപോലെ തന്നെ എന്ത് വേണം? ഒരു സോഴ്സ് വേണം, ഒരു റിസീവർ വേണം. അതുപോലെ തന്നെ സൗണ്ട് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. there is a medium is required for the propagation of sound. സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്ന് മീഡിയത്തിലൂടെയും ആര് സഞ്ചരിക്കും? നമ്മുടെ സൗണ്ട് സഞ്ചരിക്കും. ഓക്കെ ആണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൗണ്ട് എന്തുകൊണ്ടാണ് മക്കളെ ഉണ്ടാവുന്നത്? സൗണ്ട് എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? സോഴ്സ് ഓഫ് സൗണ്ട് എന്ത് ചെയ്യുന്നു? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്. വസ്തുക്കളുടെ കമ്പനം മൂലം അല്ലെങ്കിൽ വസ്തുക്കളുടെ വൈബ്രേഷൻ മൂലമാണ് എന്ത് ഫോം ചെയ്യുന്നത്? സൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെയാണ്. വൈബ്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക് ഏതായിരുന്നു? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആദ്യം പഠിച്ച ടോപ്പിക് ഏതായിരുന്നു? ഓസിലേഷൻ. വൈബ്രേഷന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇത്, ഓസിലേഷൻ. ഓക്കെയാണ്. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാ? അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാ? ഓസിലേഷൻ. ഓക്കെയാണ്. അപ്പൊ എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻ ഇസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് വിളിക്കും. ഒന്നുകൂടെ പറയുവാണ്, ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് കാൾഡ് ഓസിലേഷൻ. മക്കളെ, ഓസിലേഷൻ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി പഠിച്ചോണം. ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതൊക്കെയാ ഓസിലേഷന്റെ പ്രോപ്പർട്ടീസ്? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരിയഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരിയഡ് വളരെ വ്യക്തമായി പഠിച്ചോണം. അതിന്റെ കൂടെ എന്തുകൂടെ പഠിക്കുക? ഫ്രീക്വൻസിയും പീരിയഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ F is equal to 1/T. അതായത് ഫ്രീക്വൻസി പീരിയഡും എങ്ങനെയാണ് മക്കളെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പെൻഡുലത്തിന്റെ നീളം. നമ്മുടെ ഓസിലേഷൻ ഉപയോഗിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ നീളവും നമ്മുടെ ഫ്രീക്വൻസി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. എന്താണ് ആ ബന്ധം? പറ, എന്താണ് ആ ബന്ധം? എല്ലാവരും മനസ്സ് പറഞ്ഞ് എന്താണ് ആ ബന്ധം? അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ നീളം കൂടിയാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ഓക്കെയാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാലോ. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൈബ്രേഷൻ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അങ്ങനെയാണെങ്കിൽ പീരിയഡിന്റെ ഇക്വേഷനോ എന്താണ്? പീരിയഡിന്റെ ഇക്വേഷൻ ഫ്രീക്വൻസി ഇക്വേഷൻ എന്ത് ചെയ്യുക? ഫ്രീക്വൻസി ഇക്വേഷൻ എന്ത് ചെയ്യുക? നേരെ തിരിച്ചിടുക. പറയടാ, ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഓക്കെയാണ്. ഇത്രയാകുമ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷൻ തീരും. ഓക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള ടോപ്പിക് ആണ് ഏത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, നാച്ചുറൽ ഫ്രീക്വൻസി, റെസൊണൻസ്. ഏതൊക്കെയാ മക്കളെ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, നാച്ചുറൽ ഫ്രീക്വൻസി, റെസൊണൻസ്. ഇത് ഇന്ന് ഉറപ്പായും ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ 3 ടോപ്പിക്കുകൾ. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എലാസ്റ്റിസിറ്റി, അതുപോലെ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, അതുപോലെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ തുടങ്ങിയ വസ്തുക്കൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസൊണൻസ്, നാച്ചുറൽ ഫ്രീക്വൻസി, ഇത് 3 ഡെഫിനിഷൻ പഠിക്കുക. നാച്ചുറൽ ഫ്രീക്വൻസി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കുക. അപ്പം ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും പറയുമ്പോൾ എന്തുകൂടി പഠിക്കുക? അതിന്റെ ആപ്ലിക്കേഷൻസ് കൂടി പഠിക്കുക. ഇത്രയായപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യത്തെ 2 പോർഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെയാണ്. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പോർഷൻ എന്ന് പറയുന്ന ഏത്? വേവ്. ഏതാണ് മക്കളെ? വേവുകൾ 2 തരം. ഏതൊക്കെയാണ് മക്കളെ? മെക്കാനിക്കൽ വേവ്സും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും അല്ലെ? മെക്കാനിക്കൽ വേവ്സും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും. ഇങ്ങനെ വേവുകൾ നമുക്ക് പ്രധാനമായും 2 ആയി തിരിക്കാം. അതിൽ മെക്കാനിക്കൽ വേവ്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ? ട്രാൻസ്വേഴ്സ് വേവും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. അനുപ്രസ്ഥ തരംഗങ്ങളും അതുപോലെ തന്നെ അനുദൈർഘ്യ തരംഗങ്ങളും. ട്രാൻസ്വേഴ്സ് വേവും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ഓക്കെയാണ്. നമ്മളിനി ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും പഠിക്കുന്ന സമയത്ത് ഉറപ്പായും ഇതിന്റെ കമ്പാരിസൺ മക്കളെ 4 മാർക്കിന് നിങ്ങൾ SSLC പരീക്ഷ എഴുതുമ്പോഴും, നിങ്ങൾ ഓണപ്പരീക്ഷ എഴുതുമ്പോഴും, നിങ്ങൾ മോഡൽ പരീക്ഷ എഴുതുമ്പോഴും ഉറപ്പായും ചോദിക്കും. പറഞ്ഞ മനസ്സിലായേ? അതിന്റെ കമ്പാരിസൺ അറിയാലോ നിങ്ങൾക്ക്. കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ആദ്യം 2ന്റെയും ഡെഫിനിഷൻ എഴുതുക. ഓക്കെയാണ്. അതുപോലെ തന്നെ എവിടെയാണ് പ്രഷർ വേരിയേഷൻ ഒക്കർ ചെയ്യുന്നത്, എവിടെയാണ് ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഫോം ചെയ്യുന്നത്, അതെല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ടോപ്പിക്കുകൾ ഏതായിരുന്നു? നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്കുകൾ ഏതൊക്കെയായിരുന്നു? വേവിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ സ്പീഡ് ഓഫ് എ വേവ്. ഓക്കെയാണ്. ഇത് പഠിക്കുമ്പോൾ എന്തുകൂടി പഠിക്കുക?
എന്നുകൂടി പഠിക്കുക. സ്പീഡ് ഓഫ് എ വേവിന്റെ ഇക്വേഷൻ v is equal to f lambda. ഓർമ്മയില്ലേ? v is equal to f lambda. ഇത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കും. ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പോർഷൻ എന്ന് വെച്ചാൽ ഏതാണ്? വേവ് മോഷൻ ആണ്. അതായത് വേവ്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ വേവ്സിന്റെ കമ്പാരിസൺ. ഉറപ്പായും എന്ത് ചെയ്യും? എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ് വേവ്, എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, ഉറപ്പായും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും മക്കളെ? ചോദിക്കും, ചോദിച്ചിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? അത് നോക്കി വെച്ചേക്കുക. ഓക്കെയാണ്. പിന്നെ നമ്മുടെ ചാപ്റ്ററിന്റെ അടുത്ത ടോപ്പിക്കാണ് ഏത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പഠിക്കുക. അതുപോലെ റിവർബറേഷൻ. ജസ്റ്റ് അതിന്റെ ഡെഫിനിഷനും നോക്കി, റിവർബറേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ എക്സാമ്പിൾ എന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കുക. ഓക്കെയാണ്. മക്കളെ അടുത്ത പഠിക്കുന്ന ടോപ്പിക്കാണ് ഏത്? അടുത്ത പഠിക്കുന്ന ടോപ്പിക്കാണ് ഏത്? എക്കോ. ഏതാണ് മക്കളെ? എക്കോ. എക്കോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എക്കോയുടെ ഡെഫിനേഷൻ ഒന്ന് വ്യക്തമായിട്ട് വായിച്ചു വെച്ചേക്കുക. ഓക്കെയാണ്. എക്കോയ്ക്ക് പല ഡെഫിനേഷനും പല പുസ്തകങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ SCRT പുസ്തകത്തില്, അതായത് നിങ്ങളുടെ പിള്ളേരുടെ പാഠപുസ്തകത്തിൽ, അതായത് നിങ്ങളുടെ SCRT പുസ്തകത്തിൽ എന്താണോ കൊടുത്തേക്കുന്നത് അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക മക്കളെ? നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ എക്കോയുടെ ഡിസ്റ്റൻസ് ഓഫ് ഇക്വേഷൻ d is equal to v into t by 2. d is equal to v into t by 2. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഓക്കെയാണ്. മക്കളെ അടുത്ത പഠിക്കാൻ ടോപ്പിക് ഏതായിരുന്നു? നമ്മുടെ ഏത്? ലിമിറ്റ് ആൻഡ് ഓഡിയബിലിറ്റി അല്ലേ? നമ്മളെല്ലാം മനുഷ്യരല്ലേ? ലിമിറ്റ് ആൻഡ് ഓഡിയബിലിറ്റി. മക്കളെ ശ്രദ്ധിച്ച്, ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഓഡിയബിലിറ്റി എത്രയാണ് മക്കളെ? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് അല്ലെ? 20 ഹെർട്സിൽ താഴെ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. അതുപോലെ 20,000 ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് സൗണ്ട്. ഓക്കെയാണ് മക്കളെ. ടോപ്പിക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക, ജസ്റ്റ് ഒന്ന് പഠിക്കുക. അതുപോലെ അൾട്രാസോണിക് സൗണ്ടിന്റെയും ഇൻഫ്രാസോണിക് സൗണ്ടിന്റെയും ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ. മക്കളെ ശ്രദ്ധിച്ചോണം. ഇവിടെ നിന്ന് ഉറപ്പായി ക്വസ്റ്റ്യൻ വരും. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് സാർ പറയാൻ കാര്യം, നമ്മുടെ കേരളത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്, മഴ മൂലമുള്ള പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏതാണ് മക്കളെ? സീസൺ വേവ് ആൻഡ് സുനാമി. സീസൺ വേവ് ആൻഡ് സുനാമി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ, അത് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ കൊടുത്തേക്കുന്നത്. പറഞ്ഞ മനസ്സിലായ? അവിടെ നിന്ന് ഉറപ്പായും ക്വസ്റ്റ്യൻ വരും. ഓക്കെയാണ്. അവിടെ നമുക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. സീസൺ വേവ് എന്താണ്? സുനാമി എന്താണ്? ജസ്റ്റ് പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു ചേർക്കുക. ഓക്കെ. ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാം ഓറിയന്റഡ് വ്യൂവിൽ പറയാനാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മക്കളെ നമുക്കിനി ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. മക്കളെ ഓസിലേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുന്ന പോർഷനാണ് ഏത്? ഓസിലേഷന്റെ പ്രോപ്പർട്ടീസ്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഏത്? പീരിയഡും അതുപോലെ തന്നെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ F is equal to 1/t. അവിടെ നിന്ന് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായും എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ. നമുക്കറിയാം ഫ്രീക്വൻസിയും പീരിയഡും തമ്മിലുള്ള ഇക്വേഷൻ F is equal to 1/t. മക്കളെ ചിലപ്പം പീരിയഡ് തരും, അല്ലെങ്കിൽ ചിലപ്പം ഫ്രീക്വൻസി തരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ ഫ്രീക്വൻസി തന്നിട്ട് പീരിയഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ പീരിയഡ് തന്നിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിക്കും. എവിടെ യൂണിറ്റ് ചോദിക്കാം, എവയുടെ എന്ത് ചോദിക്കാം, എവയുടെ ഡെഫിനിഷൻ ചോദിക്കാം, എവയുടെ യൂണിറ്റ് ചോദിക്കാം, എവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലെറ്റർ എ എന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്യാം? എ പാർട്ടിലോ ബി പാർട്ടിലോ 1-2 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആയി കയറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെയാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് ഏതായിരുന്നു മക്കളെ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസൊണൻസ്, നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് ചോദിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാം? ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും 3 മാർക്ക്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു, 9ാം ക്ലാസ്സിൽ പഠിച്ചു, 10ാം ക്ലാസ്സിന് പഠിക്കുന്നു, ഉറപ്പായും എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അടുത്ത് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും. മക്കളെ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും എന്ത് ചെയ്യുക? ഒരുമിച്ച് പഠിക്കുക. രണ്ടിന്റെ ഡെഫിനിഷൻ പഠിക്കുക. അത് രണ്ടും എങ്ങനെയാ അതിന്റെ ആപ്ലിക്കേഷൻസ് ഉറപ്പായും ക്വസ്റ്റ്യൻ വരും. ഓക്കെയാണ്. അടുത്ത ടോപ്പിക്കാണ് ഏത്? വേവ് മോഷൻ. വേവ് മോഷൻ എന്ന ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻ ആണ് ഏത്? ഉറപ്പായും ചോദിക്കും കമ്പാരിസൺ. ലാഞ്ചിറ്റ്യൂഡ് വേവിന്റെയും ട്രാൻസ്വേഴ്സ് വേവിന്റെയും, അതായത് അനുപ്രസ്ഥ തരംഗത്തിന്റെയും അനുദൈർഘ്യ തരംഗത്തിന്റെയും എന്ത്? കമ്പാരിസൺ. ഉറപ്പായും ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന മേഖലയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഗ്രാഫ് തന്നിട്ട്, അതായത് ഒരു വേവിന്റെ ഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ, അതുപോലെ ട്രഫ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ് ഏത്? നമ്മുടെ വേവിന്റെ സ്പീഡും അതുപോലെ തന്നെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ അല്ലെ? വേവിന്റെ സ്പീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് V is equal to f lambda. ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കും.
ഓക്കെയാണ്. പിന്നെ നമുക്കറിയാം ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ റിവർബറേഷൻ, അതുപോലെ തന്നെ ഇത് രണ്ടിനും ചോദിച്ചാലും തിയറി ചോദിക്കുമെന്ന് ഞാൻ പറയത്തില്ല. ചോദിച്ചാലും തിയറി ക്വസ്റ്റ്യൻ 2-3 മാർക്കിന് ചോദിക്കത്തുള്ളൂ. ഓക്കെയാണ്. പക്ഷെ ഉറപ്പായും നിങ്ങൾ ഈ ഫസ്റ്റ് ടൈം പരീക്ഷ എഴുതുന്ന സമയത്ത്, നിങ്ങൾ ഓണപ്പരീക്ഷ എഴുതുന്ന സമയത്ത് ഉറപ്പായും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു മേഖലയാണ് ഏത്? എക്കോ. ഏതാണ് മക്കളെ? എക്കോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എന്താണ് മിനിമം ഡിസ്റ്റൻസ്? അതായത് എക്കോവുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെയാണ്. എക്കോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു 99% ഇതായിരിക്കും. അതായത് എക്കോയ്ക്ക് കാരണമാകുന്ന വസ്തു, അതായത് നമ്മുടെ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും ആ എക്കോ പോയി ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന, അതായത് ആ എക്കോ പോയി ഇടിക്കുന്ന ആ വസ്തുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കും. ഓക്കെയാണ്. അതിന്റെ ഇക്വേഷൻ അറിയാലോ, ഏതാടാ? d = v × t/2. ഓക്കെയാണ്. d = v × t/2. ഓക്കെയാണ്. അത് കഴിഞ്ഞ് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഏത്? സീസ്മിക് വേവ്, സുനാമി. ഓക്കെയാണ്. ഇവിടെ നമുക്ക് ഉറപ്പായും ഒരു 100% ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തുവാ? 100% ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഏത്? സീസ്മിക് വേവും അതുപോലെ തന്നെ സുനാമിയും. ഓക്കെയാണ്.